നമസ്കാരം. വിഷുഫലത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷുഫലത്തിൽ പറയുന്ന ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ കൃത്യമായി ആ ഒരു അനുഭവം ലഭിക്കുന്നില്ല, ദോഷങ്ങളാണ് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകവും കൂടി ഒന്ന് പരിശോധിക്കുക. കാരണം ഇത് പറയുന്ന ഒരു പൊതുഫലമാണ്. ചാരവശത്തിലുണ്ടെന്ന ഫലം എല്ലാവർക്കും അതുപോലെ ബാധിക്കണമെന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാപഹാരം, ഗ്രഹങ്ങൾ ഉച്ചത്തിലാണോ നീചത്തിലാണോ, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റേതായ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ ഗുണഫലങ്ങൾ ഏറെ വർദ്ധിക്കുകയും ഈ വിഷുഫലത്തിൽ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ജാതകഫലം നിങ്ങൾക്ക് ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. കൂടാതെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് വിഷയം എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. കാരണം ഞങ്ങളതെടുത്ത് നോക്കുകയും നിങ്ങളുടെ പേരും നാളും എഴുതി വിഷയം എന്താണെന്ന് എഴുതി മാറ്റി വയ്ക്കുകയും നിങ്ങൾക്ക് അതിനു വേണ്ടി നിങ്ങളുടെ ആ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയും ഗുണങ്ങൾ വർദ്ധിക്കുന്നതിനും വേണ്ടിയും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു നേട്ടമെങ്കിലും വന്നു ചേരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനൊരു നേട്ടവും ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേർന്നാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് ആൾക്കാർ പ്രാർത്ഥനയിലൂടെ ഫലങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു മാറ്റം വരും, ഉറപ്പായിട്ടും മാറ്റം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായിട്ടാണ് കാണുന്നതിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷുഫലത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് ഇവർക്ക് വ്യാപാര വ്യവസായ രംഗങ്ങളിലും ബിസിനസ് രംഗങ്ങളിലും നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും ധനലാഭങ്ങളും വന്നു ചേരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ജീവിത പങ്കാളിയിൽ നിന്നുള്ള ഉറച്ച പിന്തുണ, ഞാൻ കൂടെയുണ്ട്, ധൈര്യമായിരുന്നു എന്നുള്ളൊരു വാക്ക് മതി നിങ്ങൾക്ക് ഏത് മേഖലയിൽ പോയാലും അവിടെ വിജയം കൈവരിക്കുവാനും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കുന്നത്. പ്രണയബന്ധങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ജാതകമാണ്. വിദേശത്തു നിന്നും നാട്ടിലേക്ക് തിരിച്ചു വരുവാനുള്ള യോഗവും നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ബാങ്കുകളിൽ സമീപിച്ചാൽ നിങ്ങൾക്ക് ലോൺ പാസ്സാകാനും അത് മുഖാന്തരം നിങ്ങളുടെ കാര്യങ്ങൾ വളരെ സ്മൂത്തായി നടന്നു തീരാനും സാധ്യതയുണ്ട്. എന്നാൽ തിരിച്ചടവ് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ലോണൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. മനസ്സിനെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നിന്നും ഒരു മാറ്റം, അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അവർക്ക് നല്ല കാലം തന്നെയാണ്. കാരണം അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിത പങ്കാളിയെ ഈ ഒരു വർഷം ഇവർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. രോഗങ്ങളിൽ നിന്നും വിഷമിക്കുന്ന വ്യക്തികൾക്ക് ഒരു ആശ്വാസം ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലായി കാണപ്പെടുന്നു. ഭക്ഷണത്തിൽ നിന്ന് അലർജി പിടിപെടാൻ സാധ്യതയുണ്ട്. വളർത്തുമൃഗങ്ങളുടെ പരിക്കേറ്റ് നിങ്ങൾക്ക് ചെറിയ ക്ഷതമേൽക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു നഷ്ടം വരാനുള്ള സാധ്യത, വളർത്തുമൃഗങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യതയോ ഇവയെല്ലാം കാണുന്നുണ്ട്. അത് ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സഹായ വാഗ്ദാനങ്ങൾ നിങ്ങൾ നൽകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. നിങ്ങൾക്ക് തിരിച്ചു കിട്ടുവാൻ സാധ്യത വളരെ കുറവ് തന്നെ ആയിരിക്കും. കൂടാതെ ഏറ്റെടുത്ത പ്രവൃത്തികൾ വിജയത്തിലെത്തിക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുകയും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും നല്ല വിജയത്തിലോട്ട് ജീവിതം കൊണ്ട് എത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. കൂടാതെ പരാക്രമശീലം, എടുത്തുചാട്ടശീലം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ബന്ധുജനങ്ങൾ എല്ലാ ആവശ്യത്തിനും കൂടെ നിൽക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കും. കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വീട്ടു സാധനങ്ങൾ വാങ്ങുകയും അതിൽ നിന്നും ചിലവ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ്.
വീട്ടുപകരണങ്ങൾക്ക് ചിലവുണ്ടാക്കുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് അത്യാവശ്യത്തിന് ഒരു മെയിൻ്റെനൻസ് ചെയ്ത് അങ്ങനെ ധനം ചിലവാക്കുക, അങ്ങനത്തെ ചിലവുകളെല്ലാം കൂടുതലായി കാണുന്നുണ്ട്. കൂടാതെ കള്ളന്മാരുടെ ശല്യമോ അല്ലെങ്കിൽ ശത്രുക്കളുടെ ശല്യമോ വളരെ കൂടുതലായി വന്നു ചേരാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. മനോദുഃഖം മൂലം ഒരുപാട് വിഷമിക്കുന്ന വ്യക്തികളായിരിക്കും. എന്നാൽ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടും. അപകീർത്തി വരാൻ സാധ്യതയുണ്ട്, വളരെയധികം സൂക്ഷിക്കുക. പിതാവിനോ ഗുരുജനങ്ങൾക്കോ വേണ്ടി ധനം ചിലവാക്കുകയും ആ ഒരു ബുദ്ധിമുട്ടിൽ നിങ്ങൾക്ക് ധനം നഷ്ടം വരുന്നു, അല്ലെങ്കിൽ ഒരുപാട് സമയം അതിൻ്റെ കൂടെ ചിലവാക്കേണ്ടി വരുന്നു. കൂടാതെ നിങ്ങൾക്ക് പിതാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ഓഫീസിൽ പോകാതെ ലീവ് എടുത്ത് നിൽക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. ധനലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യുക. ചിലവ് വളരെയധികം കൂടുതലായി കാണുന്ന ഒരു ജാതകമാണ്. ജീവിതത്തിലെ വിജയങ്ങളെ അത് ആത്മാർത്ഥമായി സന്തോഷിക്കുകയും അതിനോടൊപ്പം പരാജയം, നഷ്ടം എന്നിവ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ചിരിച്ചുകൊണ്ട് തന്നെ കളഞ്ഞിട്ട് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. വസ്ത്രലാഭം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ആഭരണ ലാഭം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം. കൂടാതെ അലസത ഉണ്ടാകുന്നു, നിങ്ങൾക്ക് തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അലസത ഉണ്ടാകുന്നു. ഓർമ്മശക്തി കുറവുണ്ടാകുന്നു. പ്രണയ പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. പക്ഷി മൃഗാദികളിൽ നിന്നുള്ള ലാഭങ്ങൾ ഉണ്ടാക്കുവാൻ, അതായത് ആ ഒരു പക്ഷിയോ മൃഗങ്ങളോ ഇതെല്ലാം നിങ്ങൾ വിൽക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കുട്ടികളെ നിങ്ങൾ വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് വേണ്ടി നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ പൂജിക്കുക, ഹനുമാൻ സ്വാമിയുടെ നാമങ്ങൾ ജപിച്ച് മുന്നോട്ട് പോയാൽ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും.